ഗാസയിൽ സമാധാനം പുലർന്നോ? ഇസ്രായേൽ ആയുധം താഴെ വെച്ചിട്ടും ഗാസയിൽ സമാധാനം എവിടെയാണ് പുലർന്നത് എന്നുള്ള ചോദ്യമാണ് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത്. ട്രംപും ഇസ്രായേലും ശക്തമായിട്ടുള്ള താക്കീത് ഇപ്പോൾ ഹമാസിന് കൊടുത്തിരിക്കുകയാണ്. ഹമാസ് അവരുടെ രാജ്യത്തെ ജനങ്ങളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആർക്കും സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട യാതൊരുവിധ ആവശ്യകതയും ഉള്ളതായി തോന്നുന്നില്ല. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിൽ നിരായുധീകരണം നടക്കുന്നില്ല, ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ സംബന്ധിച്ചൊരു കരാറിലെത്തി. എന്നാൽ ഹമാസ് ആയുധം താഴണമെന്ന് ട്രംപിന് ഒരു നിബന്ധനയുണ്ട്. എന്നാൽ ഹമാസ് ഈ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം നിലനിർത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്നാൽ നിരായുധീകരണം ഹമാസ് അതിന് തയ്യാറല്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പദ്ധതികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും തകർന്ന ഗാസ പുനർനിർമ്മിക്കുന്നതിനായി 5 വർഷത്തെ വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണെന്നാണ് ഹമാസ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല. എന്നിരുന്നാലും അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉറപ്പ് ഫലസ്തീന് രാഷ്ട്രപദവി ലഭിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ഹമാസിൻ്റെ ഒരു തീവ്രവാദിയായിട്ടുള്ള മുഹമ്മദ് നസാൽ പറഞ്ഞു. എന്നിരുന്നാലും ഹമാസിൻ്റെ ഈ നിലപാട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതിക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നസലിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഇവനെ തട്ടിക്കളയണമെന്നാണ്. ഇവനെ തട്ടിക്കളയണം, അതിൽ കുറഞ്ഞൊന്നുമില്ല, ചർച്ചയുമില്ല, യാതൊരുവിധ കൂടിക്കാഴ്ചയുമില്ല. ഇവനെ തട്ടിക്കളയണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പക്ഷം. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും പദ്ധതിയുടെ ഭാഗം നിലനിർത്തുകയും നിറവേറ്റുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇങ്ങനെ പറയുന്നവന്മാരെ ഭൂലോകത്ത് വച്ചിരിക്കാൻ പാടില്ല. ആദ്യഘട്ടത്തിൽ ഹമാസ് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല. നമ്മുടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് ഹമാസിന് അറിയാം. ഈ കരാർ പ്രകാരം ഹമാസിനെ നിരായുധീകരിക്കണമെന്നതിൽ സംശയമില്ല. ഹമാസ് 20 പോയിന്റുള്ള പദ്ധതി പാലിക്കണം, അതിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നും ഇസ്രായേൽ ഹമാസിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.